സോ ഗേസ് അപ്പോൾ അതെ നമ്മുടെ ആപ്പിൾ പ്രൊഡക്ട്സിനെല്ലാം ഭയങ്കര വില കൂടി. ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇതേ ഐഫോൺ 17 നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നു. 256 GB വേരിയൻറ്റ് 80,000 രൂപ. ഇതിപ്പോൾ ഇന്നത്തെ വില. ഇനിയിപ്പോൾ നാളെ വരാൻ നേരത്ത് കണ്ടോണം. ഒരു മിക്കവാറും ഒരു ഒരു 90 അല്ലെങ്കിൽ ഒരു 85 മിക്കവാറും ഈ സംഭവം ചാടും. ഇപ്പം ഇത് 80,000 രൂപയാണെന്ന് മിക്കവാറും നാളത്തേക്കിന് ഈ സംഭവം അതിലോട്ട് ചാടും. 512 GB വില വരുന്ന 1,00,000 രൂപ. ഇതുണ്ടായിരുന്ന ഒരു ആപ്പിളിൻ്റെ ഏറ്റവും നല്ലൊരു ഫോണായിരുന്നു ഈ ഐഫോൺ 17. അതിനിപ്പോൾ ഈ വില ഇറങ്ങിയത് 71,000 രൂപയ്ക്കും കണ്ടെന്ന് തോന്നുന്നു സാധനം ഇറങ്ങിയത്. ആ വിലയ്ക്ക് സാധനം കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ 80,000 രൂപ. ഐഫോൺ 16 അവസ്ഥ വരുവാണെങ്കിൽ അത് തന്നെയാണ് 64,000 രൂപ 128 GB വേരിയൻറ്റിന്. ഇതിന് മാത്രമല്ല, ഈ ആപ്പിളിൻ്റെ എല്ലാ പ്രോഡക്റ്റ്സിനും വില കൂടിയിട്ടുണ്ട്. സോ ലൈക്ക് മാക് മിനി M4 82,000 രൂപ. മാക് മിനി M4ന് 82,000 രൂപ. മാക് മിനി M4 പ്രോയ്ക്ക് 2,00,000 രൂപ. മാക് ബുക്ക് എയർ M5 നല്ലൊരു സാധനമായിരുന്നു, ഈ ബേസ് വേരിയൻ്റ് തന്നെ. അതിന് 1,49,000 രൂപ. 1,50,000 രൂപ കൂട്ടി. 29,000 രൂപയും 29,000 രൂപ വെച്ച് M5ന് കൂടി. M4 പ്രോയ്ക്ക് 50,000 രൂപയാണ് കൂടിയത്. മാക് ബുക്ക് പ്രോയ്ക്ക് 1 TB 50,000 രൂപ വെച്ച് കൂടി. ഇപ്പം അതിന് 2,39,000 രൂപ. 16 നല്ലൊരു ഫോണാണ്. എനിക്ക് ഐഫോണിനകത്ത് ഈ 16ഉം 17 പ്രത്യേകിച്ച് ഇഷ്ടം. ഈ രണ്ട് ഫോണുകളും എനിക്ക് ഇഷ്ടമുള്ളത്. അതിന് രണ്ടിനും മുടിഞ്ഞ വില. ഇത് 128 GB എടുത്തത് ശരിയാകത്തില്ല, വേറെ കാര്യം. ഞാൻ ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണിക്കേണ്ടി വരും അവസാനം. SD കാർഡ് മേടിച്ചിട്ട് ഇതിനെല്ലാം വില കയറ്റം. ഇത് ഐഫോൺ 17 മിക്കവാറും കണ്ടോ, നാളെ ഞാൻ പറയുമല്ലോ, ഇത് മിക്കവാറും ഒരു 10,000 രൂപ വെച്ച് ഇപ്പോൾ കൂടും സാധനം. ഇത് 10,000 രൂപ വെച്ച് മിക്കവാറും ഇപ്പോൾ കൂടും. നിങ്ങൾ മേടിക്കേണ്ടവർ ഇപ്പം മേടിച്ച് കൈവച്ച സാധനം കയ്യിലിരിക്കും. അല്ലെങ്കിൽ ഗയാ കംസേ